ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നമ്മളോട് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടാകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകാറുണ്ട് പല റിലേഷൻഷിപ്പിലും. എല്ലാവരിലും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ചില ആളുകൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ അത്തരത്തിൽ അവഗണന നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കുറച്ചുകൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 4-5 സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് പറയുന്നുണ്ട്. ഈ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ അവർ വരുന്ന സമയത്ത് അവരൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനിയിപ്പോൾ വരുന്നതൊരു ലേഡിയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ അവരോട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ഇന്ന് വളരെ സുന്ദരിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ അവരോട് പറയുക. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കും, അയ്യോ ഇതൊക്കെ ഒരു പോയിന്റ് ആണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാണ് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാവില്ലേ? സ്വാഭാവികമായിട്ടും സന്തോഷമാവും. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക, നമ്മൾ വീണ്ടും അതേപോലെ ഒരുങ്ങി പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണോ പോയത് അതിനേക്കാൾ കുറച്ച് ഭംഗിയായിട്ട് പോകാനാണ് നമ്മൾ പിന്നീട് ശ്രമിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ആ കോംപ്ലിമെന്റ് അംഗീകരിച്ചു എന്നുള്ളതാണ് അർത്ഥം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നല്ല കോംപ്ലിമെന്റ്സ് കിട്ടണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ വലിയ രീതിയിലൊന്നും ഇങ്ങനെ ആരും കോംപ്ലിമെന്റ് കൊടുക്കാറുണ്ടാവില്ല. സുന്ദരനാണ് എന്നുള്ള രീതിയിൽ അധികം പറയുന്നുണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ കേൾക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതും അവരുടെ പാർട്ട്ണറുടെ നിന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവും. പിന്നെ സ്ത്രീകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതിൽ സന്തോഷവതികളാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നല്ലൊരു കോംപ്ലിമെന്റ്, സുന്ദരനാണ് സുന്ദരിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കോംപ്ലിമെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ളതാണ്. അതായത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക. നീ എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഉൾപ്പെടുന്ന, അതായത് നമ്മളിങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് അവരിൽ നമ്മൾ അഭിമാനവതിയും അല്ലെങ്കിൽ അഭിമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വിചാരിക്കാൻ നമുക്ക് അവരെ അത്രയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. സോ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വലിയ താല്പര്യമില്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനും നിങ്ങളെ കുറച്ചുകൂടി പരിഗണിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഈ പറഞ്ഞ കാര്യം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. സോ അവരെ നമ്മൾ ഒരുപാട് വിലമതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരുപാട് വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്, അവരുടെ കഴിവിലൊക്കെ നമ്മളെപ്പോഴും അഭിനന്ദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഭിമാനിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ അവരോട് പറയാം. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ തന്നെ ഒരു നല്ല സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറയാം എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ സംസാരിച്ചിരിക്കുമ്പോൾ, സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിവുകളോ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവിനുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. നമ്മൾ പൊതുവേ പറയാറുണ്ട് താരതമ്യം ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത്. അത് നെഗറ്റീവായ രീതിയിലുള്ള താരതമ്യങ്ങളാണ്. പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് അവരെ കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മറ്റൊരാളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും നല്ല കഴിവുകളുണ്ട്, അവരെങ്ങനെ ചെയ്യുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്തു തരുന്നില്ലേ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ അവരെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇത് അവരുടെ ഇപ്പം അവർക്ക് നിലവിൽ എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. മീൻസ് ആ ഒരു അവർക്ക് മനസ്സിൽ തോന്നുന്നു തന്നെ ചെയ്യും, ഇത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഇവൻ എന്നെ ഇത്രയും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങളെപ്പോഴും കൂടെ വേണം എന്നൊരു ചിന്തയും കൂടി വരും. അതായത് അവർ നമ്മൾ ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ, പുകഴ്ത്തുക എന്നുള്ളതല്ല,
മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇവർ കുറച്ചുകൂടി മികച്ചതാണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്ന് അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കും. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും വേണം എന്നും കൂടി അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, അതായത് നമുക്ക് ഈ ഒരു കാര്യം ഒരുമിച്ച് ചെയ്യാം എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് പറയാം, നമുക്കിത് രണ്ടുപേർക്കും ഒരുമിച്ച് ഇത് ചെയ്യാം, അതായത് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം, ടെൻഷൻ ആവണ്ട എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവർ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം, നമുക്ക് രണ്ടു കൂടി ഒന്ന് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാം. ഇതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവർ ചെയ്യുന്ന അവരുടെ ഓരോ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ അവരുടെ ഹോബീസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുക, കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസും ഇടയ്ക്കൊക്കെ സാഹചര്യം അനുസരിച്ച് പറയാനായിട്ട് പറ്റും. അങ്ങനെ പറയാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ഒരുപാട് വിശ്വസിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവരെ അത്രയും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ മീനിങ് ഉള്ളത് നമുക്ക് അവരെ അത്രയും ഇഷ്ടമാണ് എന്നുള്ളതാണ്. അത് അവർക്ക് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അവർ അത്രയും വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥവും കൂടി അവിടെ വരുന്നുണ്ട്. സോ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് അത്രയും വളരെയധികം പ്രാധാന്യമുള്ള അതിൻ്റെ അടിത്തറയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങൾ അത്രയും വിശ്വാസമാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരുപാട് സന്തോഷമാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇപ്പം നിലവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനും പ്രയോറിറ്റി നൽകാനും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ തുടങ്ങും ഈ കാര്യങ്ങൾ നിങ്ങൾ അവരോട് ഈ രീതിയിൽ പറയുവാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ടിപ്സും ഓരോ കാര്യങ്ങളൊക്കെ ശരിക്കും യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ നല്ലതാണെന്നൊക്കെ അവർക്കും വിശ്വാസം വരും എന്നുള്ളതാണ്. സോ അവർക്കും കൂടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്